ഹലോ ബഡീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഫ്രൈഡേ നൈറ്റ്. അപ്പം നമ്മൾ വിചാരിച്ചു ചെറിയൊരു ഡിന്നർ പ്ലാൻ ആയാലോ എന്ന്. ഡിന്നർ പ്ലാനിൻ്റെ മുന്നേ നമ്മളെ വാവക്ക് ഒരു ചെറിയ സൈക്കിളും കൂടി മേടിച്ചു കൊടുക്കണം. ഏത് കളർ സൈക്കിളാണ് വാവ വേണ്ടേ? പിങ്ക് കളർ സൈക്കിൾ. അപ്പം നമ്മൾ പിങ്ക് കളർ സൈക്കിൾ മേടിച്ചിട്ട് വരാട്ടോ. ഹലോ, യു ലവ് പിങ്ക് കളർ? അവൾ എന്നെ ഗുഡ് ബൈയും പറഞ്ഞു. ഓക്കെ, അപ്പം ഇപ്പൊ പോയിട്ട് നമുക്ക് സൈക്കിൾ മേടിക്കണം. പക്ഷെ സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊല്ലും. അപ്പോൾ നോക്കണം. സൈക്കിള് ഇന്നലെ മേടിക്കാന്ന് വിചാരിച്ചതാണ്, പക്ഷെ എങ്കിൽ പറ്റിയില്ല. അപ്പൊ ഇന്ന് അറ്റ്ലീസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ പോവാ. ഓക്കെ, വേഗം കയറിക്കോ വാവ, ഇല്ലെങ്കിൽ ഇനിയൊരു ചവിട്ട് കിട്ടും. ആരാ ദേവു ചവിട്ടിയേ? അമ്മ. ദേവു, പിങ്ക് കളർ സൈക്കിൾ കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് കളറാ വേണ്ടേ? ഇങ്ങോട്ട് നോക്ക്. പിങ്ക് കളർ കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഫിനിഷോ? ഫിനിഷ്. നമ്മളും ഫിനിഷ്. വൈറ്റ് കളർ വാങ്ങിച്ചിട്ട് നമുക്ക് പിങ്ക് കളറിൽ പെയിന്റ് അടിക്കാം. മിക്കവാറും അതൊക്കെ ചെയ്യേണ്ട വരും. എന്ത് സർക്കസ് കളിക്കുന്നു വാവേ? അങ്ങനെ നമ്മൾ അവസാനം ഒരു സൈക്കിൾ കട കണ്ടുപിടിച്ചു കേട്ടോ. ഗൂഗിൾ മാപ്പ് നമ്മളൊന്ന് പറ്റിച്ചു. ഗൂഗിൾ മാപ്പിൽ കണ്ട സൈക്കിൾ കട അവിടെ ഇല്ലായിരുന്നു. യുവർ ഡെസ്റ്റിനേഷൻ റീച്ച്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു കുന്തും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ വേറൊരു സൈക്കിൾ കടേൻ്റെ അഡ്രസ്സ് നോക്കി തപ്പിപ്പിടിച്ച് ലാസ്റ്റ് അവിടെ എത്തി. ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചോദിച്ചത് പിങ്ക് കളർ സൈക്കിൾ ഉണ്ടോയെന്നാണ്. പിങ്ക് കളർ സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് കുറച്ച് വില കൂടുതലായിരുന്നു. ഇവൾ പഠിച്ച് വരുന്നല്ലേ ഉള്ളൂ, പഠിച്ചിട്ടും കൂടി ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് അത്ര വിലേൻ്റെ സൈക്കിൾ മേടിക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ അവസാനം ഒരു ബേസിക് സൈക്കിളാട്ടോ സെലക്ട് ചെയ്തത്. പിങ്ക് കളർ അല്ലായിരുന്നു, പക്ഷെ എന്നാലും അവൾക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ബോട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ കുട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെ അത് സെലക്ട് ചെയ്തു. നമ്മൾ കുറച്ച് ഓടിച്ചൊക്കെ നോക്കി. വീഴല്ലേ? ഇത് മാങ്ങി ചവിട്ട്, ഇത് മാങ്ങി ചവിട്ട്. ചവിട്ട്. ഓ സോറി. റിവേഴ്സ് എടുക്കുന്നോ? ദേവു, ഇതാണോ അതാണോ ലാസ്റ്റ് ടൈം? അതാ വേണ്ടേ? ഹാപ്പി? ഒന്ന് നല്ലോണം ചിരിച്ചേ. ഇങ്ങനെ ചിരിക്ക. എങ്ങനെ? ഇങ്ങോട്ട് നോക്കി ചിരിക്കും. അപ്പം നമ്മൾ സൈക്കിളൊക്കെ മേടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി. ഷെരീഫ് ബായ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് പോയട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന്. അവിടെ നോക്കിയപ്പോഴോ ഫുൾ ആൾക്കാരായിരുന്നു, ജനക്കൂട്ടായിരുന്നു. അവിടെ തിരക്കായിരുന്നു. അവിടെ വെയിറ്റിംഗ് പീരീഡ് 30 മിനിറ്റ്സാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി പാക്ക് ചെയ്തിട്ട് കൊണ്ടുപോകാമെന്ന്. വാവക്ക് സൈക്കിളാണോ ഇഷ്ടപ്പെട്ടെ അതോ അതിന്റെ കൂടെ കിട്ടിയ ബോട്ടിലാണോ ഇഷ്ടപ്പെട്ടെ? സൈക്കിളാ ഇഷ്ടപ്പെട്ടെ. ഭാഗ്യം. പോന്നില്ലേ? ഓ, ശക്തിയില്ല കുട്ടിക്ക്. കണ്ടാ? അപ്പോൾ സൈക്കിളിൻ്റെ പരീക്ഷണമൊക്കെ കഴിഞ്ഞപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ തുടങ്ങി കേട്ടോ.
അവൾക്ക് ഷെരീഫ് ബായ് ബിരിയാണി വേണ്ട, എൻ്റെ ഫ്രൈഡ് റൈസ് മതി എന്നൊക്കെ. ഷെരീഫ് ബായിൻ്റെ ബിരിയാണീൻ്റെ മുന്നിൽ എൻ്റെ ഫ്രൈഡ് റൈസ് ജയിച്ചു. ഇതൊരു പുതിയൊരു ഡിഷായിരുന്നു ഞാൻ ട്രൈ ചെയ്യുന്നത്. കാണാൻ ചക്ക വരട്ടിയതുപോലെ ഉണ്ടെങ്കിലും അത് ആക്ച്വലി എന്തായിരുന്നു, മട്ടൻ ഹലീം എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ഡിഷായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, ടേസ്റ്റ് ഉണ്ടായിരുന്നു, എല്ലാം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയാലോ, എനിക്ക് എൻ്റെ മേഘന ബിരിയാണി ആട്ടോ ഇഷ്ടം. അപ്പോൾ ഇനി അത്രയേ ഉള്ളൂ. ബൈ ബൈ, ഗുഡ് നൈറ്റ്.